ഇന്ന് ഇന്ത്യ അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയിൽ 2015 ഇന്ത്യ ഇത് യോഗ അവതരിപ്പിച്ചപ്പോൾ ഇതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ അനുകൂലിച്ച ഒരു പ്രമേയമാണ് എന്നുള്ളത് വലിയ ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ എന്തിനേക്കാൾ പ്രധാനം ആരോഗ്യമാണ്. യോഗ ഒരു ദിനചര്യ ആക്കിയവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. കാരണം എൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കാതെ ഓരോ തിരക്കിലേക്കും അലിഞ്ഞു ചേരുമ്പോൾ എന്നെ തന്നെ ഞാൻ മറന്നുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസത്തിൻ്റെ ഒരു തടസ്സം വന്നു. അങ്ങനെ ഡോക്ടറുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ നടത്തി യാദൃച്ഛികമായിട്ടാണ് യോഗയിലേക്ക് ഞാൻ തിരിഞ്ഞത്. പക്ഷേ ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് തന്ന ഒരു യോഗ ആചാര്യനാണ് നമ്മുടെ പരിമാസ്റ്റർ. കാരണം കാലത്തെനിക്കും എല്ലാവർക്കും മടിയുള്ള പോലെ എനിക്കും മടിയുണ്ട്. അദ്ദേഹം വന്ന് ക്ലാസ്സിൽ തുടങ്ങിയാൽ ആ മടി പോവും. എന്നിരുന്നാലും ഓരോ യോഗ ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം മാഷ അല്ല ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് എന്നെ ചെയ്യിപ്പിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പാഷനാണെന്ന് ഞാൻ പറയാം. സാധാരണ എല്ലാ യോഗ ആചാര്യന്മാരെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞാൻ മുടങ്ങാതെ ക്ലാസ്സിൽ യോഗ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഏർലി മോർണിംഗ് എറണാകുളത്ത് പോയി. ഉച്ചതിരിഞ്ഞ് 6 മണിയാകുമ്പോൾ അദ്ദേഹം വിളിച്ചു, സാറേ നമുക്ക് ഉച്ചതിരിഞ്ഞ് യോഗ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളിലും ഉറക്കത്തിലും ഒക്കെ യോജിച്ചു. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറയുന്നു. എന്നോടൊപ്പം എന്നെ ഇത്ര വലിയൊരു ദിവസത്തിലേക്ക് ക്ഷണിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ മീറ്റിംഗ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു.